മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ദിവസം ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, ആരാധന കരയറ്റിക്കൊണ്ട്, സ്തുതികൾ കരയറ്റിക്കൊണ്ട് സ്വതന്ത്രം നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. കർത്താവ് നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യമാണ് സ്വതന്ത്രം നാം വായിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഏറ്റവും മനോഹരമായ ഒരു ഉറപ്പ് നമുക്ക് സർവശക്തനായ ദൈവം തരുന്നതാണ്. യോശുവയോടാണ് ആ വാക്ക് പറയുന്നതെങ്കിലും ഇന്ന് സ്തോത്രം തൻ്റെ ജനം, താൻ തിരഞ്ഞെടുക്കപ്പെട്ട, തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ, തൻ്റെ പുത്രനെ നൽകി രക്ഷിച്ച് എടുത്ത ഈ പ്രിയപ്പെട്ടവരായ നമ്മളോട് പറയുന്നൊരു വാക്കും കൂടിയാണ് അത്. സ്തോത്രം, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ പേര് പറ, യേശു മനോജിനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിങ്ങളുടെ പേരുകൂടി ഒന്ന് ചേർത്ത് വെച്ചങ്ങ് പറഞ്ഞോണം. സ്തോത്രം, യേശു മനോജിനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിങ്ങളും നിങ്ങളുടെ പേരുകളെ ചേർത്ത് വെച്ച് പറയണം. സർവശക്തനായ ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ഡിക്ലറേഷനാണ്, ഞാൻ നിന്നെ കൈവിടത്തില്ല എന്നുള്ളത്. പിന്നെ ഈ ഭൂമിയിൽ ആരെങ്കിലും ഒക്കെ നിന്നെ കൈയൊഴിഞ്ഞെന്നും പറഞ്ഞ് എന്തിനാണ് ഭാരപ്പെടുന്നത്? ചതിയും വഞ്ചനയും കാപട്യവും നിറഞ്ഞ ഈ ലോകത്ത് ഇന്ന് കാണുന്നവർ നാളെ മറ്റ് മറുചേരിയിലേക്ക് ചേക്കേറുന്ന ഈ കാലഘട്ടത്ത് സ്തോത്രം, എന്തിനാണ് നീ ആകുലപ്പെടുന്നത്? സർവശക്തനായ സൃഷ്ടിതാവ് നിന്നോട് കൂടെ ഇരുന്ന് പറയുകയാണ്, ഞാൻ നിന്റെ കൈ വിടുകയില്ല എന്ന്. കൈ പിടിപ്പിച്ചവരും കൈയൊഴിഞ്ഞു, പിടിച്ചവരും കൈയൊഴിഞ്ഞു, പിടിപ്പിച്ചവരും കൈയൊഴിഞ്ഞു, അല്ലേ? ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരിക്കാം. ഒന്നും ഭാരപ്പെടണ്ട, യേശു കൂടെയുണ്ട്. അവൻ പറയുക കൈവിടത്തില്ല. മരണയോർധാന അക്കരെയും അവൻ നിൽക്കുകയാണ്. ഇവർക്കൊക്കെ മരണത്തിന്റെ അവിടം വരെയുള്ളൂ, കുഴിമാടം വരെയുള്ളൂ, ഒരുപിടി മണ്ണ് വാരിയിടുന്നിടം വരെയുള്ള കൈത്താങ്ങുകളല്ലേ ഉള്ളൂ. ആ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് വന്നവനെ മണ്ണിലടക്കി പണി തീർത്തു. സ്വത്രം. എന്നാൽ ആ മരണയോർധാനുകൾക്ക് അക്കരെയും ഒരു കരം നിനക്കും എനിക്കും വേണ്ടി വിരിച്ചു നിൽപ്പുണ്ട്. അതാണ് എൻ്റെ നസ്രയനായ കർത്താവായ യേശു ക്രിസ്തു, പ്രാണന്റെ ഉടയവൻ. സ്വത്രം, എൻ്റെ സൃഷ്ടിതാവ്, എൻ്റെ പിതാവെന്ന് എനിക്ക് വിളിക്കുവാൻ അവകാശം തന്നവൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തന്ന നല്ല കർത്താവ് പറയുകയാണ്, മരണയോർധാൻ അക്കരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഒരു നാളും എന്ന് പറഞ്ഞതിനകത്ത് ഇഹലോകത്തിലെ നാളിലും അവിടുത്തെ നാളിലും കൈവിടത്തില്ല. ഇവിടെ മാത്രമല്ല, ഇവിടെ ഇങ്ങോട്ട് അവിടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടോ ഞാൻ പോയി. ആരാണ്ട് പറഞ്ഞതുപോലെ നരകത്തിലോട്ട് അല്ലെങ്കിൽ പാതാളത്തിലോട്ട് ഒരിടത്തോട്ടും പോകുന്നില്ല. രക്ഷിക്കപ്പെട്ട നിന്നെ അന്ന് കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ ഭൂമിയിൽ നിന്ന് ജഡശരീരം ഉപേക്ഷിച്ച് കടന്നു ചെല്ലുമ്പോൾ അവിടെയും നിന്നെ കരം നീട്ടി സ്വീകരിച്ച് നിന്നോട് ചേർത്ത് നിർത്തുവാൻ എൻ്റെ തമ്പുരാൻ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സർവശക്തനായ കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്ക് കൊടുക്കാം. ഇവിടെ യോശുവയോട് പറഞ്ഞൊരു വാക്യം ഞാൻ എടുത്ത് രാവിലെ മോട്ടിവേഷന് വേണ്ടി നിങ്ങളെ ഒന്ന് ഉത്സാഹിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനായിട്ടും പറഞ്ഞതാണ്. മോശ നയിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ മോശയുടെ കാലശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്വത്രം യോശുവയിലൂടെ പിതാവ് പറയുകയാണ്, സ്വത്രം നടത്തുമെന്ന് പറയുകയാണ്. അപ്പോൾ ആ നടത്തുമ്പോൾ മോശയോടുകൂടെ ഞാൻ ഇരുന്നതുപോലെ മോശയെ എങ്ങനെയാണ് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിപ്പാൻ ഞാൻ കൂടെ ഇരുന്ന് സഹായകമായി നടത്തി. അതേ ഫറവോന്റെ ആ കൊടിയ പീഡനങ്ങളുടെ നടുവിൽ നിന്ന് തന്റെ ജനത്തെ കൊട്ടാരത്തിൽ ചെന്ന് അവനോട് വാദിച്ച് അവനിൽ നിന്നും എടുത്തുകൊണ്ടുവരുവാൻ ദൈവത്തിന്റെ മുഴുവൻ സൈന്യത്തിന്റെയും പരിരക്ഷ അവൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോശയ്ക്ക് അത് സാധിച്ചത്. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴോ വരുന്ന വഴിയിൽ സ്വത്രം പിന്തുടർന്ന് പിടിക്കും മുടിക്കും എന്ന് പറഞ്ഞ് പിന്തുടർന്ന ഫറവോന്യ സൈന്യത്തെയും കൂട്ടരുടെയും കയ്യിൽ നിന്നും സംരക്ഷിച്ച് ചെങ്കടലും കടത്തി സ്തോത്രം ജനത്തെ കൊണ്ടുവന്ന് സ്തോത്രം മരുഭൂമിയിലും നടത്തിയ തമ്പുരാൻ മോശയ്ക്ക് ശേഷം കനാനിലേക്ക് തൻ്റെ ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുത്ത യോശുവയോട് പറയുകയാണ്, ഞാൻ മോശയോടുകൂടെ ഇരുന്ന് ഈ ജനത്തെ എങ്ങനെ പുറപ്പെടുവിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഞാൻ നിന്നോടുകൂടെ ഇരുന്നും നടത്തും. ആമേൻ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പിതാക്കന്മാരെ നടത്തിയ ഒരു ദൈവം, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമെന്ന് തിരുവചനം പറയുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാരെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ സ്തോത്രം ആ കർത്താവ് ഇന്ന് ഈ കാലത്തിൽ ഈ ദിനങ്ങളിൽ നിന്റെ കരങ്ങളെ പിടിച്ച് നിന്നെ അതിശയകരമായി നടത്തും. അത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഒരു മനുഷ്യനും എന്ന് പറഞ്ഞാൽ ഫറവോനെ പോലെ കരുത്തനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ? മോശയ്ക്ക് ശക്തനായ എതിരാളി, ഈ വലിയ ജനതയെ വിട്ടുകൊടുക്കാതിരിക്കാൻ സകല അടവും പയറ്റി നോക്കിയ ഫറവോൻ. ആ ഫറവോൻ പോലും മോശയുടെ മുമ്പിൽ നിഷ്പ്രഭമായി പോവുകയാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് മോശയോടുകൂടി ഇരുന്നുകൊണ്ട്
കരുത്തനായ ആ റൂളർ, ആ റൂഡായിട്ടുള്ള ഭരണാധികാരി, സൈന്യബലമുള്ള ഭരണാധികാരി, ആ ഭരണാധികാരി പോലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവം അപ്പോയിന്റ് ചെയ്ത് ദൈവം ലീഡറാക്കി ദൈവം അയച്ച് മോശയുടെ മുൻപിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി പകച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചെങ്കടലിൻ്റെ വക്കോളം അവർക്ക് എത്തുവാൻ സാധിച്ചായിരിക്കാം, പക്ഷെങ്കിൽ എങ്കിലും മോശ നയിച്ച ജനത്തെ തൊടുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം എന്തുകൊണ്ടാണ്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് മോശ, ദൈവം അയച്ചിട്ടാണ് അവൻ പോയത്, ദൈവത്താലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? കർത്താവ് അവനോട് കൂടെ ഇരുന്നു. അതല്ലേ സംഭവം? അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം തിരഞ്ഞെടുത്ത് നീ നടന്നു പോകുന്ന വഴികളിൽ നിനക്കെതിരെ എത്ര റൂഡായിട്ടുള്ള റൂളേഴ്സ് ഉണ്ടായാലും, ഏത് വലിയ ബോസ് ആയിരുന്നാലും, ഏത് രാജ്യമായിരുന്നാലും, ഏത് കോടതിയായിരുന്നാലും, ഏത് അയൽവക്കമായിരുന്നാലും, ഏത് രക്തബന്ധമായിരുന്നാലും, നിനക്കെതിരെ കോപ്പ് കൂട്ടി നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ശക്തിക്ക് നേരെ നിൽക്കാൻ പറ്റൂല, കഴിയത്തില്ല, ഉറപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ മോശയോട് കൂടി ഇരുന്ന പോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നിന്റെ ആയുഷ്കാലത്ത് ഒരുക്കുന്ന ഒരുവിനും നിനക്ക് വിരോധമായി നിനക്ക് നേരെ ഒരു മനുഷ്യന് നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ വാക്ക് അങ്ങനെ തന്നെ സംഭവിക്കുക. കാരണം സർവശക്തൻ നിന്റെ കൂടെയുണ്ട് കുഞ്ഞെ. അതുകൊണ്ട് സ്തോത്രം, നിനക്കെതിരെ ഉയരുന്ന വൈരിക്ക് നിനക്ക് നേരെ നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുമില്ല. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. മോശയോട് പറഞ്ഞതുപോലെ പറഞ്ഞു ഉറപ്പ് കൊടുക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ ആ ഉറപ്പ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഏറ്റെടുക്കണം. ആ ഉറപ്പിന്മേൽ നമുക്ക് ഇന്ന് പകൽക്കാലം പുറപ്പെടാം. ഡിസംബർ മാസം ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകും. ഡിസംബറിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ പറഞ്ഞൊരു വാക്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഓർപ്പിക്കുകയാണ്. സിയോനിൽ അതിശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലിട്ടിരിക്കുന്നു. ഏത്? കർത്താവായ യേശു ക്രിസ്തു എന്ന മൂലക്കല്ല്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. അതുകൊണ്ട് ആ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഈ മനോജും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ നിങ്ങളുടെ പേരും ചേർത്ത് പറയണം, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ ഒരു ദിനം കൂടി തന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കേൾപ്പിച്ച അനുഗ്രഹ വചനത്തിനായി സ്തോത്രം. പിതാക്കന്മാരുടെ ദൈവം, ഇന്ന് തിരുരക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ രക്ഷകനായ കർത്താവേ സ്തോത്രം. മോശയോടുകൂടി ഇരുന്നതുപോലെ നീ ജോഷുവയുടെ കൂടി ഇരുന്ന ജനത്തെ നയിച്ച ദൈവമേ, ഇന്ന് ഞങ്ങളോട് കൂടിയിരുന്ന് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്നതായ സ്തോത്രം. ഞങ്ങളുടെ ആയുഷ്കാലത്ത് ഒരിക്കലും ഞങ്ങളുടെ വൈരികൾ ഞങ്ങൾക്കെതിരെ ജയം പ്രാപിപ്പാൻ ഇടവരാതോണം ഞങ്ങളെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത നല്ല ദൈവത്തിന് ഞങ്ങൾ മഹത്വം കരുതും. തൃക്കരങ്ങളിലേക്ക് തിരികെയാണ്. പ്രതികൂല സന്ധികളിൽ പരീക്ഷകൾ എഴുതുന്ന പിള്ളേരെ ജയത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയങ്ങൾ അവർ കൊടുക്കട്ടെ. അവരുടെ ഭാരങ്ങളെല്ലാം അലിഞ്ഞു മാറട്ടെ. അതുപോലെ തന്നെ കർത്താവെ, കുടുംബങ്ങളിൽ ഉലച്ചിലുകളിലും ശകർച്ചകളിലും നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തൻ്റെ ഭർത്താക്കന്മാരെ കൈവിട്ടു പോയത് ഓർത്ത് ഭാരപ്പെടുന്ന സഹോദരിമാരുണ്ട്. തൻ്റെ ഭർത്താവിനെ സഹോദരിമാർ കൈവശപ്പെടുത്തി, സുഹൃത്ത് കൈവശപ്പെടുത്തി, സ്വന്തം സഹോദരി കൈവശപ്പെടുത്തി, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ വേദനയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവൻ്റെ സ്തോത്രം സ്നേഹത്തെ തട്ടിയെറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ പോയി സ്തോത്രം ജീവിതത്തിൽ ദുരിതവും ദുഃഖവും ഏറ്റ് കുഞ്ഞുങ്ങളുമായി ഭാരപ്പെട്ട് കഴിയുന്ന ചില സഹോദരന്മാർ, കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിക്കപ്പെട്ട വേദന നിറഞ്ഞ അനുഭവങ്ങൾ, രോഗിയായി കിടക്കുന്ന അനുഭവങ്ങളിൽ കിടക്കുന്ന വ്യക്തികൾ, അവരെ ഉപേക്ഷിച്ച് പോയപ്പെട്ടവർ, സ്വതന്ത്രം, അങ്ങനെ വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ദുഃഖങ്ങളും കണ്ണുനീരുകളും കേൾക്കുവാനിടയായിത്തീർന്നു. ചില കുടുംബങ്ങളിൽ അടിമത്തം പോലെ അധ്വാനിച്ചു കൊണ്ടിരുന്ന ശമ്പളം മുഴുവൻ കൈപ്പറ്റിയിട്ട് ഒരു വേലക്കാരെ പോലെ മാത്രം പരിഗണിക്കുന്ന പങ്കാളി, സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് പേര് പറയുന്നില്ല. കർത്താവേ സ്തോത്രം, നീ അറിയുന്നില്ല അവരുടെ നൊമ്പരങ്ങളും ദുഃഖങ്ങളും. അവരെ വിടുവിക്കണമേ. അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന വൈരികളെ നിർവീര്യമാക്കി കളയുന്നു. വ്യാജം പറയുന്ന, വ്യാജം പ്രചരിപ്പിക്കുന്ന, കർത്താവെ ബോഷ്ക്ക് ചെയ്യുന്ന, വ്യഭിചാരം ചെയ്യുന്ന അന്ധകാര പോരുകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച കുടുംബങ്ങളെ ഞാൻ കർത്താവെ സ്വതന്ത്രമാക്കുകയാണ്. കെട്ടുകളെ അഴിച്ചു മാറ്റുകയാണ്. ഉള്ളങ്കരങ്ങളിൽ തിരിയണം. കടബാധ്യതകൾ നിമിത്തം ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളുടെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടക്കണിയിൽ കുടുങ്ങി, കർത്താവെ സ്തോത്രം, ബ്ലേഡുകാർ വാതുക്കൽ വന്നു, പലിശക്കാർ നിമിത്തം തലകുനിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെയുള്ള അവസ്ഥകളിൽ കഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾക്ക് ഒരു സ്വർഗീയ വിടുതൽ അവിടെ നിന്ന് അനുവദിക്കണമേ. അവരുടെ കടഭാരങ്ങളെ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്കരങ്ങളിലേക്ക് തിരികെയാണ്. കെട്ടുകൾ പൊട്ടി മാറട്ടെ കർത്താവെ. അന്യായ ബന്ധങ്ങൾ ഒഴിയട്ടെ. വഴി വിട്ടുപോയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന കർത്താവെ, കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലഹരികൾക്ക് അടിമയായി പോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില ലഹരികൾ, കർത്താവ്, ചില സഹോദരിമാർ, ചില പെൺകുഞ്ഞുങ്ങൾ ലഹരികൾക്ക് അടിമയായി പോയി അത് നിമിത്തം വളരെയധികം മനോവേദനയിലായിരിക്കുന്ന കർത്താവെ സ്തോത്രം, ആരോടും പുറത്തു പറയാൻ കഴിയാത്ത അനുഭവങ്ങളിലിരിക്കുന്ന ചില വ്യക്തികൾ, ആ കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിച്ച കെട്ടുകളെ അഴിച്ചു മാറ്റുകയാണ്.
ഉള്ളങ്കരങ്ങളിലേക്ക് തരികയാണ്. ഇന്ന് പകൽ സമാധാനത്തിൻ്റെ ദൈവം ഓരോ കുടുംബങ്ങളിലേക്കും വാഴട്ടെ. പ്രായമായ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിമാരായിട്ടുള്ളവർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, കുഞ്ഞുങ്ങൾ അകലെയുള്ളവർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ, നിരാശയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. കർത്താവെ, കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. കർത്താവെ, നീ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും നാഥനായി കൂടെ ഇരിക്കുകയും ചെയ്യണം. അനാഥരല്ല എന്നുള്ള ബോധ്യം കർത്താവ് അവിടുന്ന് കൊടുക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയാണ്. ജോലിക്കായി കാത്തിരിക്കുന്ന ഒരു വരുമാന മാർഗമില്ല, വിഷമത്തോടെ ദൈനംദിന ജീവിതം പുലർത്താൻ ബുദ്ധിമുട്ടോടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണ തോന്നി അവർക്കൊരു വഴി തുറന്നു കൊടുക്കണമേ, ഒരു സാമ്പത്തിക മാർഗം കൊടുക്കണമേ, ഒരു ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിറവിനായി ആഗ്രഹിക്കുന്നവർ, ഒരു പുതിയ ആത്മീയ ഉന്മേഷത്തിനായി കാത്തിരിക്കുന്നവർ, കർത്താവുമായി ഒരു പടി കൂടി ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വചനം ധ്യാനിക്കുമ്പോൾ ഗ്രഹിക്കാൻ കഴിയാത്തവർ, പിതാവേ അവരെ അനുഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളെയും തിരികെയാണ്. പിതാവ് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ട് ദൈവത്തെ സന്തോഷം പങ്കുവയ്ക്കാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.